ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ എവിടെ പോകുവാന്നല്ലേ? അമ്മൂന് പനിയാട്ടോ. 2 ദിവസമായി പനി തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നൊന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചേക്കാന്ന് ഓർത്ത്. പനിയില്ല കേട്ടോ, പനി മാറി. ഞാനിവിടെ പാരസെറ്റമോൾ ഉണ്ടായി. ഞാൻ എപ്പോഴും പാരസെറ്റമോളും ചുമയുടെ സിറപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ സ്റ്റോക്ക് വെച്ചേക്കും. പക്ഷെ പനി മാറിയെങ്കിലും ഒക്കെ മൂക്കടപ്പ് നല്ലപോലെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അതിനുള്ള മെഡിസിൻ ഇല്ല, തീർന്നായിരുന്നു. അപ്പോൾ ഞാനൊന്ന് കാണിച്ചേക്കാന്ന് ഓർത്ത്. അപ്പോൾ നമ്മുടെ ഇവിടെ മുളന്തുരുത്തി ഹോസ്പിറ്റലിൽ രാത്രി 9 മണി വരെ ഉണ്ട് കേട്ടോ. നല്ല കാര്യമായി. നേരത്തേക്ക് ഉച്ച കഴിഞ്ഞ് പിന്നെ ആരും ഉണ്ടാകത്തില്ല. ഇനിയിപ്പോൾ രാത്രി 9 മണി വരെ ആയതുകൊണ്ട് നമുക്കൊരു അത്യാവശ്യം വന്ന് ഓടിച്ചെല്ലാം ഒരു ഹോസ്പിറ്റലിൻ്റെ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് പൂണിത്തർക്ക് പോകണം, അല്ലെങ്കിൽ ആരക്കുന്നം അല്ലെങ്കിൽ ചോറ്റാനിക്കര, ഈ 3 സ്ഥലത്തോട്ട് പോകണം. മുളന്തുരുത്തിയിലുള്ളവർക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പോലും ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ അങ്ങനെയല്ല, 9 മണി വരെ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ചെന്ന് ചീട്ടൊക്കെ എടുത്ത് അവിടെ ചെന്ന് നിൽക്കുവാണ്. അത്യാവശ്യം തിരക്കുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 6-7 പേരുണ്ട്. അപ്പോൾ ചെന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ ടെമ്പറേച്ചർ നോക്കിയിട്ട് വരാൻ പറഞ്ഞ്, പനി നോക്കി വെയിറ്റ് നോക്കിയിട്ട് വന്ന്. അപ്പം കാണിച്ചൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ജലദോഷത്തിൻ്റെ മെഡിസിനും തന്നു. അപ്പം ഞാൻ മരുന്ന് വാങ്ങിക്കാൻ നിൽക്കട്ടെ. അപ്പോൾ അമ്മ പോയി പപ്പയുടെ കൂടെ നിൽക്കുവാണേ. ഒരാൾ എൻ്റെ അടുത്ത് നിൽക്കേണ്ട, ഒരാൾ പപ്പയുടെ അടുത്തും പോയി നിൽക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ മെഡിസിനൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പോന്നട്ടോ. അധികം മെഡിസിനൊന്നുമില്ല, ജലദോഷത്തിൻ്റെ പാരസെറ്റാമോളും. എന്തിന് എന്നാലും പാരസെറ്റാമോള് തരൂ കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ പാരസെറ്റാമോൾ സ്റ്റോക്ക് ആയിക്കോളൂ. അപ്പം ഞാനിത് രണ്ടും മതി. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഇവർക്ക് ബേക്കറി കയറി. പുറത്തോട്ട് ഇറങ്ങിയ വിശപ്പാണല്ലോ നമുക്ക്, പുറത്തിറങ്ങിയ അപ്പം വിശപ്പ്. അപ്പോൾ അവിടെ വെച്ചിട്ട് സാഞ്ചാറിൻ്റെ ഫ്രണ്ടിനെയും കൊച്ചിനെയും കണ്ടു. അപ്പം പിന്നെ കുറച്ച് നേരം അവരോട് വർത്താനമൊക്കെ പറഞ്ഞു നിന്നിട്ട്, അപ്പോൾ ഏട്ടനും അവിടെ വർത്താനം പറഞ്ഞു നിൽക്കണേ. അപ്പോൾ 2 എണ്ണം കൂടി വന്ന് പിന്നെയും മിഠായി തപ്പാൻ തുടങ്ങി. അപ്പോൾ അമ്മൂന് വയ്യാത്തതുകൊണ്ട് തണുത്തതൊന്നും വാങ്ങിക്കണില്ല. അപ്പോൾ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് പിന്നെ ഏറ്റവും അവസാനം 2 ജെല്ലി മിഠായി വാങ്ങിച്ചു. എനിക്ക് ആ സാധനം ഇഷ്ടമൊന്നും അല്ല കേട്ടോ, അത് കഴിക്കാനും കൊള്ളില്ല. പിള്ളേർക്ക് കൊടുക്കാതിരിക്കണേ ഏറ്റവും നല്ലത്. ഈ സാധനം ഇറങ്ങി പോകാനുള്ള സാധ്യത കൂടില്ല. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.